താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത് ചർച്ചയിൽ നിന്ന് പിന്മാറുന്നതിന് മുമ്പ്? അതായത് മിസ്റ്റർ അരുൺ ബാബു ഞാൻ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ തള്ളിപ്പറയാനായിട്ട് കാണിക്കുന്ന ആ ഉത്സാഹം തന്റെ സ്വന്തം പാർട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്ന ക്രമക്കേടുകളെ പറ്റി, അതായത് A to Z ക്രമക്കേടുകൾ മാത്രമാണ് ഈ പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം കാണിച്ചിട്ടുള്ളത്. ഇതൊക്കെ കൃത്യമായി കാണുകയും കണക്ക് കൂട്ടുകയും അതൊക്കെ എഴുതി സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വനിതയാണ് ഞാൻ. അതുകൊണ്ട് എല്ലാ വനിതകളെയും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന പോലെ കുടുംബശ്രീക്കാരെ ഭീഷണിപ്പെടുത്തില്ല എന്ന് പറഞ്ഞു. നവകേരള സദസ്സ് കേരളീയം നടന്നുകൊണ്ടിരുന്നപ്പോ ഈ കേരളത്തിലെ തന്നെ അല്ല ഈ തിരുവനന്തപുരത്തെ തന്നെ ഒരു CDS ചെയർപേഴ്സൺ അല്ല കുടുംബശ്രീയിലെ വനിതകള് മിസ്റ്റർ അരുൺ ബാബു കുടുംബശ്രീയിലെ വനിതകളുടെ വ്യക്തിത്വം മാനിക്കുന്ന സ്ത്രീയാണ് ഞാൻ. ആ സ്ത്രീകളുടെ വ്യക്തിത്വം മാനിക്കാത്തവരാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കാര്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള നിങ്ങൾ വന്നേ പറ്റൂ, വന്നില്ലെങ്കിൽ നിങ്ങളുടെ തല തെറിക്കും എന്നൊക്കെ അവരെ പേടിപ്പിക്കുന്നത്. സ്ത്രീകളുടെ വ്യക്തിത്വം മാനിക്കാത്തവരാണ് നിങ്ങൾ വന്ന് മീറ്റിംഗിന് ഇരുന്നില്ലെങ്കിൽ നിങ്ങളുടെ തല തെറിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്. ഞാൻ ആ ഗണത്തിൽപ്പെട്ട സ്ത്രീ അല്ല. ഞാൻ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. മിസ്റ്റർ അരുൺ ബാബുവിന് അറിഞ്ഞുകൂടാ കേരളത്തിലെ മുഴുവൻ കുടുംബശ്രീകളെ പറ്റിയും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ പഠനം നടത്തിയ സ്ത്രീയാണ് ഞാന്. എനിക്ക് കുടുംബശ്രീയെ പറ്റി അറിയില്ലെന്ന് ധരിക്കേണ്ട. അങ്ങനെ തെറ്റിദ്ധാരണയുടെ പേരില് വലിയ രാജാവായി എഴുന്നേറ്റ് പോവുകയും വേണ്ട. അപ്പൊ ഈ ധനപ്രതിസന്ധി എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ ആത്യന്തികമായ കഴിവുകേട് കൊണ്ടും കാര്യക്ഷമത ഇല്ലായ്മ കൊണ്ടുമാണ്. ഇപ്പോഴത്തെ സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യക്ഷമത ഇല്ലായ്മ കൊണ്ടാണ്, ധൂർത്തുകൊണ്ടാണ് ധനപ്രതിസന്ധി ഇത്ര രൂക്ഷമായിട്ടിരിക്കുന്നത്. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഒന്ന് കൈ അനക്കിയാൽ മതി കേരളം പ്രതിസന്ധിയിലേക്ക് എന്ന് പറഞ്ഞ് ഇവിടെ ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അത് കേന്ദ്രം ചെയ്യാത്തത് എന്റെ വിശ്വാസം കേന്ദ്രവും കേരളവും തമ്മിൽ ഗവൺമെന്റുകൾ തമ്മിലുള്ള ഒരു കളിയുണ്ട്, ഒത്തുകളിയുണ്ട്. ആ ഒത്തുകളി കൊണ്ടാണ് ഈ സംസ്ഥാനത്തെ ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, എന്തായാലും ഞാൻ കരുതി വെച്ചിരുന്ന ചോദ്യം യുവരാജ് അവിടെ അതിനെ ട്വിസ്റ്റ് ചെയ്തു മേരി ജോർജ്. എന്തായാലും അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ധാരണയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ആ ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നതാണ് കേട്ടോ. എന്തായാലും ആ ധാരണ എന്തായാലും എനിക്കും താങ്കൾക്കുമൊക്കെ ജീവിതം കൂടുതൽ സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടത് സാമ്പത്തികമായ ഞെരുക്കം ഇല്ലായ്മയാണ്. അവിടെ